ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇത് കണ്ടോ, നല്ല അടിപൊളി ഒരു തോരനാണ് കേട്ടോ. ഇത് ചക്കക്കുരുവും പടവലങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തോരനാണ്. കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു അതുപോലെ എങ്ങനെ കറി വെച്ചാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കാം. മെഴുക്ക് പുരട്ടി വെക്കുന്നതാണ് കൂടുതലും, കുറച്ചും കൂടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു മോരുകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിതേ ചക്കക്കുരു എല്ലാം ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കരിന്തൊലിയൊക്കെ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ബ്രൗൺ കളറുള്ള തൊലി ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലരൊന്നും അത് കളയത്തില്ല, എന്താണെന്ന് വെച്ചാൽ അത് നല്ല മെഡിസിനൊക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇതേപോലെയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചക്കക്കുരു ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒത്തിരി പടവലങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ചർച്ചിൽ ഞങ്ങൾക്ക് ചോറ് കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ ചിരണ്ടി വെച്ച ജോസ്യാനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കീറിയൊക്കെ വൃത്തിയാക്കി എടുത്തു. പടവലങ്ങയൊക്കെ ഇതേപോലെ ചക്കക്കുരു അരിഞ്ഞതുപോലെ തന്നെ പടവലങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പടവലങ്ങയും ഇതേപോലെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. തോരൻ വെക്കാൻ എപ്പോഴും നമ്മൾ കനം കുറച്ച് അരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ്. ഞാൻ ഒരു തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ കഴന്നൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ റെഡി ആയിട്ട് വരും കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 6 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 വെളുത്തുള്ളി അല്ലി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തോരൻ വെക്കുമ്പോൾ ഞാൻ ചെറിയ ജീരകം അരയ്ക്കാറില്ല കേട്ടോ. പലരും ചെറിയ ജീരകമൊക്കെ അരയ്ക്കാറുണ്ട്, ഞാൻ അരയ്ക്കാറില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഒരു കുക്കറിലേക്കാണ് ഇടുന്നത്. കുക്കറിലേക്ക് ചക്കക്കുരു മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു കുക്കറിലിട്ട് ഒരു വിസിലടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വെന്ത് പോകണ്ട, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. മഞ്ഞൾപ്പൊടിയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ പച്ചമുളകെല്ലാം കൂടെ അതിൻ്റെ ഞെടുപ്പ് കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പച്ചമുളക് നമുക്ക് മുറിച്ച് വേണേലും ഇട്ട് കൊടുക്കാം. ഞാൻ മുറിക്കുന്നൊന്നുമില്ല, ചുമ്മാ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ ഞെടുപ്പെല്ലാം മുഴുവനായിട്ട് കളഞ്ഞിട്ട് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴന്ന തേങ്ങ ഇല്ലേ, ഇങ്ങനെ ഇളകി വന്ന തേങ്ങ, അതൊക്കെ അതിലേക്ക് അങ്ങ് പെറുക്കി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ ഈ കഴുന്നതൊക്കെ നന്നായിട്ടൊന്ന് ചതയാത്തൊക്കെ വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. പിന്നെ തോരൻ വെക്കുമ്പോഴെപ്പോഴും നമ്മൾ വല്ലാതെ അരഞ്ഞു പോകണ്ട കേട്ടോ, ഒന്ന് ചതച്ചൊന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ഈ വലിയ കഷ്ണങ്ങളെല്ലാം, തേങ്ങയുടെ വലിയ കഷ്ണങ്ങളെല്ലാം കൂടെ പെറുക്കിയിട്ടിട്ട് വീണ്ടും ഞാനത് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ ഈ സമയം നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. പിന്നെയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് ചതച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ചക്കക്കുരു ഉണ്ടല്ലോ, നമ്മുടെ കുക്കറിലിട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. അന്നേരം തന്നെ വിസിലടിച്ചതിന് ശേഷം തന്നെ അത് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം കളയണം കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കണേ. അപ്പോൾ ഇതേ ബാക്കി തേങ്ങയും കൂടെ മഞ്ഞളും കൂടെ ചേർത്ത് ഞാൻ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരു വെന്തോന്ന് നോക്കാം. ഞാൻ ഒരു വിസിൽ മാത്രമേ അടുപ്പിച്ചിട്ടുള്ളേ. അപ്പോൾ ഇത് കണ്ടോ, തുറന്ന് നോക്കുമ്പോൾ ചക്കക്കുരു നല്ല റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടൊന്നുമില്ലേ, ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതി കേട്ടോ. ഇനി നമ്മൾ
ദേ ചക്കക്കുരു കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല കേട്ടോ. അതേപോലെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളായിരുന്നേ. ഇനി നമുക്കിത് കടുകൊക്കെ താളിച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ഒന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഉള്ളിയും എല്ലാം റെഡിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ തേങ്ങയാണ്, ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി നമുക്ക് അത് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ പടവലങ്ങ കേട്ടോ. പടവലങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് പൊത്തി വെക്കാം കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട. പടവലങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് പലപ്പോഴായിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഉപ്പിട്ട് കൊടുക്കുന്ന വീഡിയോ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ഇതിനകത്തേക്ക് മാത്രമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ പിന്നെ നമ്മുടെ ചക്കക്കുരു വേവിച്ചപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് പലപ്പോഴായിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം തന്നെ ഒന്നും ചേർക്കേണ്ട. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് ഇളക്കി തിരിച്ചിട്ടൊക്കെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതിലേക്ക് ഞാനുണ്ടല്ലോ പിന്നെ ചക്കക്കുരു വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുവാണേ. ചക്കക്കുരു ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ ചക്കക്കുരു വെന്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കുന്നൊന്നുമില്ല, ഉടനെ തന്നെ അങ്ങ് അടച്ചു വെക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ പടവലങ്ങ വെന്ത് കാണത്തില്ലേ. അപ്പോൾ പലപ്പോഴായിട്ട് ഞാനിങ്ങനെ അടച്ച് വെച്ച് ഇങ്ങനെ തുറന്നും ഇളക്കിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പടവലങ്ങ വേകുന്നിടം വരെ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ പടവലങ്ങ ഒന്നും വെന്തിട്ടില്ല കേട്ടോ. എന്നാലും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് പൊത്തി വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുവാണ്. അപ്പം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിച്ചിരി ചക്കക്കുരു കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ വീണ്ടും ഞാനിതേ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ഉപ്പൊക്കെ പാകത്തിനാട്ടോ. ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു, ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പം നമ്മുടെ ചക്കക്കുരു പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി തോരനാട്ടോ. എല്ലാവർക്കും തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഞാൻ ഇതുപോലെ പല വീഡിയോസും ഞാൻ തോരൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ എന്താണെന്നറിയില്ല ഇപ്രാവശ്യം ഞാൻ വീഡിയോ ഇടുന്നതിനൊക്കെ വ്യൂസ് കുറവാണ്. എന്തോ ഞാൻ അന്വേഷിച്ചപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തോ മിസ്റ്റേക്കാണെന്നാണ് പറയുന്നത്. അധികം വ്യൂസൊന്നും ആർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ കാണാൻ തന്നെ നല്ല ടേസ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ചക്കക്കുരു പടവലങ്ങ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാനൊക്കെ അറിയാമെന്നാൽ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം പൊതുവേ എല്ലാവരുടെ വീഡിയോയ്ക്കൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക് യു.